ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർമ്മിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ എല്ലാവരും കിടക്കാൻ പോയ ശേഷം നമ്മുടെ ഷെറിനെയും കൂട്ടിക്കൊണ്ട് അലീന റൂമിൽ വരുവാണ്. റൂമിൽ വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റിക്കൊരു കൊച്ചില്ലേ എൻ്റെ എന്ന് ചോദിക്കും. ഉടനെ എനിക്ക് കൊച്ചുണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞേ എന്ന് ചോദിക്കണേ. ഇല്ല, എനിക്ക് തോന്നുന്നുണ്ട് ആൻറ്റിക്കൊരു കൊച്ചുണ്ടായിരുന്നെന്ന് പറഞ്ഞു. എനിക്ക് കൊച്ചൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആൻറ്റി തന്നെ പറഞ്ഞ, ഞാൻ വന്ന ദിവസം പറഞ്ഞ് എൻ്റെ കൊച്ചിനെ കാണണം, എനിക്ക് എൻ്റെ കൊച്ചിനെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ചുമ്മാ പറഞ്ഞതാ, എനിക്കൊരു തോന്നൽ കൊണ്ട് പറഞ്ഞ, എനിക്ക് പിള്ളേരൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞത്. അല്ല ആൻറ്റിക്ക് ഈ തമ്മനത്ത് താമസിക്കുന്ന ഗ്രേസി ആൻറ്റിയും മാമച്ചൻ്റെ അങ്കിളിനെയും അതുപോലെ അവരുടെ മകനെ അറിയാവോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയണ. അപ്പം ഒരു കാര്യം എടുത്തു പറയാം. അപ്പം അവർക്കൊരു മോനുണ്ട്. ആ മകൻ ഒരു ഷെറിൻ എന്ന് പറഞ്ഞ ഒരാളെ, ഒരു പെണ്ണിനെ സ്നേഹിച്ചു. രണ്ടുപേരും വീട്ടുകാരെ സമ്മതിച്ചു. വീട്ടുകാരെ സമ്മതിച്ചതിന് ശേഷം എല്ലാവരും കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ച സമയത്താണ് ആ ചെറുക്കനൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് ഉണ്ടായി ആ ആൾ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ബന്ധം നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയതാണ്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഷെറിനും അവനുമായിട്ട് തമ്മിൽ ബന്ധപ്പെട്ടതിൽ, ഒരു ശാരീരികമായിട്ട് ബന്ധപ്പെട്ടതിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. അവൾ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എന്നിട്ട് ആ പെണ്ണ് വീട്ടുകാരുടെ എല്ലാവരുടെയും എതിർപ്പ് മാറ്റി വെച്ചുകൊണ്ട് അവൾ ശരിക്കും അവനെ സ്വീകരിക്കുക, ആ കൊച്ചിനെ പ്രസവിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പ്രസവിച്ച ശേഷം ആ കൊച്ചിനെ അനാഥാലയത്തിൽ ആക്കുകയൊക്കെ ചെയ്തു. പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് പ്രകാരം ഇവൾ പിന്നെ ടോണി എന്ന് പറഞ്ഞാൽ, അത് മോറ്റൊരു ടോണി എന്ന് പറഞ്ഞൊരു ആളെ കല്യാണം കഴിക്കുകയും അവനെ കുവൈറ്റിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്തു. പിന്നെ പക്ഷെ നാട്ടിൽ വരികയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിൽ വരുമ്പോഴേ ഓരോ സമയത്തും ഇവള് പ്രസവിച്ചായിട്ട്, അത് ഈ ഷെറിൻ എന്ന് പറഞ്ഞ പെണ്ണ് പ്രസവിച്ചായിട്ടുള്ള കൊച്ചിനെ പോയി അനാഥാശ്രമത്തിൽ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പക്ഷേ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക്, ഒരു പ്രാവശ്യം തിരിച്ചു വന്നപ്പോഴത്തേക്ക് ശരിക്കും കൊച്ചിനെ കാണാൻ പറ്റാത്ത സാഹചര്യം വന്നു. കൊച്ചിനെ ആരോണ്ട് ദത്തെടുത്തു. അന്ന് മുതൽ ആ പെണ്ണ് തിരിച്ചു പോയിട്ടില്ല. ആ പെണ്ണ് നാട്ടിൽ തന്നെയാണ്, തൻ്റെ സ്വന്തം വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞു കൂടുന്നത്. അത് ആൻറ്റി അല്ലേ എന്ന് ചോദിക്കുന്നു. ഞാനോ? നീ എന്നോട് ആരോ ഇങ്ങനെയൊക്കെ പറഞ്ഞ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്, നീ ആരാടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ഷെറിനെ പിടിച്ച് അലീനെ പിടിച്ച് കുലുക്കുന്നുണ്ട്. പിന്നെ മുടിക്കൊക്കെ കയറി പിടിക്കുന്നുണ്ട്. നീ എന്ത് ഈ കള്ളത്തരം പറയുന്നത് അതായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇല്ല ആൻറ്റി, ഞാനത് പറഞ്ഞത് ഒരു ഷെറിൻ എന്ന് പറഞ്ഞൊരു വേറൊരു പെങ്കൊച്ചിൻ്റെ കഥയാണ് പറഞ്ഞത്. അതിൽ ആൻറ്റി വിഷമിക്കുമൊന്നും വേണ്ട, ആൻറ്റി നല്ല രീതി ജീവിച്ചോ, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് പറയണം. ഉടനെ ഇത്രയും പറഞ്ഞ നിസ്സഹായ അവസ്ഥയിലായി നമ്മുടെ ഷെറിൻ. എന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് അവിടെ ഇരിക്കുവാണ്. അതിൻ്റെ പതുക്കെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഷെറിനെ ഉറക്കി കിടത്തിയിട്ട് നമ്മുടെ അലീന പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ എല്ലാം എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലീന വിട പറയുവാണ്. അതായത് നമ്മുടെ കൊട്ടാരമറ്റത്തിലെ താമസം തീർന്നിട്ട് പോകാനൊരുങ്ങുമ്പോഴത്തേക്ക് രാവിലെ തന്നെ എഴുന്നേൽത്തിട്ട് പിള്ളേരെല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. പിള്ളേരെല്ലാം, അത് റോണി അതുപോലെ നമ്മുടെ സാന്ദ്ര, ദിയാമോള്, അങ്ങനെയുള്ള എല്ലാവരും വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എല്ലാവരോടും പറയുക. ഓരോരുത്തരോട് ഞാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയാം, ചേച്ചി പോകണ്ട, ചേച്ചി ഇവിടെ നിൽക്കുക ചേച്ചി, ഞങ്ങളുടെ കൂടെ വായിച്ച് ഞങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിൽ മാറി നിൽക്കുക ചേച്ചി, അതല്ലേ നല്ലത്. ചേച്ചിയെ കണ്ട് കുതി തീർന്നില്ല, ചേച്ചിയുടെ കൂടെ കൂടിയിട്ട് കുതി തീർന്നില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് മക്കൾ ഇങ്ങനെ വിഷമിക്കുന്നത്? കാരണം ഞാൻ നിങ്ങളുടെ ചേച്ചി തന്നെയല്ലേ, അതുകൊണ്ട് എനിക്കങ്ങനെ നിങ്ങളെ വിട്ടു പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുമ്പോൾ സമയത്ത് നീ അങ്ങോട്ട് വാ, കുളത്തപ്പുഴയ്ക്ക് വാ എന്ന് പറയുമ്പോഴത്തേക്ക്, ഞങ്ങൾ കുളത്തപ്പുഴയ്ക്ക് നിങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊന്നു തിന്നാൻ തോന്നും, അത് തന്നെയാന്ന് പറയുമ്പോഴത്തേക്ക്, നിങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ അച്ഛൻ എന്നെ പപ്പയെ പേടിയാണ്, പപ്പ എന്നെ തോക്കെടുത്ത് വെടിവെക്കുന്നുള്ള പേടിയാണ്. അതൊന്നും പേടിക്കണ്ട മക്കളെ, നിങ്ങളെന്താ ഡയറക്റ്റായിട്ട് പോര്, ഞാൻ നോക്കിക്കോളാം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഉടനെ അവർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ചേച്ചിക്ക് ഇനി കുറച്ച് ദിവസം കൊണ്ട് നിന്നിട്ട് പോകത്തില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക്, എനിക്ക് അത്യാവശ്യം പണിയുണ്ട്, അവിടെ പോയിട്ട് വേണം. ഞാൻ അവിടെയാണ് പൗലോസ് എന്ന് പറഞ്ഞ ആൾ പണിക്കുമില്ല, ഞാൻ തന്നെ അവിടെ ചെന്ന് ചെയ്യണം, അതുകൊണ്ട് ഞാനിപ്പം പോവുക, നിങ്ങളെ എല്ലാം കാണാൻ ഇടയ്ക്ക് വരും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ പറയാം, ഇല്ല ചേച്ചി ചുമ്മാ പറയുന്നതെന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നേരെ ആൻസി എടുത്ത് ചെല്ലുകയാണ്. ആൻസി എടുത്ത് ചെന്നിട്ട് പറയാം, ആൻറ്റി ഞാൻ പോവാന്ന് പറയുമ്പോഴത്തേക്ക് പറയുമ്പോൾ, നീ പോവാണല്ലേ, അപ്പോൾ ഒരു കാര്യം കൂടെ, ഒരു ഗ്ലാസ് കാപ്പി ചായ കുടിച്ചിട്ടോ എന്ന് പറയുന്നത് ചായ എടുത്ത് കൊടുക്കുന്നുണ്ട്. ചായ എടുത്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചായ
ചൂടാന്ന് അറിയപ്പോഴത്തേക്ക് ആറ്റി കൊടുക്കുന്നുണ്ട്. ആറ്റി കൊടുത്തിട്ട് പറയുകയാണ്, എടി മോളെ, ഞാനേ നീ വന്ന ദിവസങ്ങളിൽ ഞാൻ നിന്നെ അതിക്രമിച്ച് അല്ലെങ്കിൽ നിന്നെ ആക്ഷേപിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്, ആൻറ്റി എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, എന്നോട് ദേഷ്യം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ആൻറ്റിയോട് ദേഷ്യമൊക്കെ ഉണ്ട്, കാരണം ഞാൻ ആൻറ്റി പറഞ്ഞ പല കാര്യങ്ങൾക്കും എൻ്റെ മനസ്സ് കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റിയുടെ മക്കളായ ദിയയും റോണിയും കൂടി ചേർന്ന് എന്നെ ഒരുപാട്, ജോൺ പോളും കൂടി ചേർന്ന് ഒരുപാട് എനിക്ക് ഉമ്മ തന്ന് എന്നെ ഒരുപാട് സ്നേഹിച്ചു. അപ്പോൾ അതൊക്കെ അതിൽ മാഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആൻറ്റി ആ കാര്യത്തിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്കിപ്പം എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ സന്തോഷവാനാണ് എന്നൊക്കെ പറയണം. പിന്നെ ആൽബർട്ടിനോടും പറയാണ്, അങ്കളെ നിങ്ങൾ അങ്ങോട്ട് വരണം എന്ന് പറയുമ്പോഴത്തേക്കും, ഉറപ്പായിട്ട് വരും മക്കളെ, നിൻ്റെ സാന്നിധ്യം എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര കാര്യമായിട്ടുണ്ട്, നിന്നെ കാണാൻ ഞങ്ങൾ വരുമെന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ് ഞാൻ ഔസപ്പച്ചൻ്റെ ചെല്ലുകയാണ്. ഔസപ്പച്ചൻ്റെ ചെന്നിട്ട് പറയണ, അങ്കളെ ഞാൻ ഇറങ്ങുകയെന്ന് പറയുമ്പോഴത്തേക്ക്, മോളെ എനിക്ക് നിന്നോടൊരു കടമുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നീ ഇവിടുന്ന് ഈ വീട്ടിൽ, അതെന്ത് കടമാണെന്ന് ചോദിക്കുമ്പോൾ പറയാം, നീ ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞതാ, നീ ഈ വീട്ടിൽ കയറാനുള്ള യോഗ്യത ഇല്ലെന്ന് നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞ, പക്ഷേ അതെല്ലാം മാറ്റിമറിക്കുന്ന ഒരു രീതിയിലുള്ളൊരു സ്വഭാവമായിരുന്നു നിൻ്റെ. അതുകൊണ്ട് നിന്നെ ഒരു ദിവസം ഞാൻ വീട്ടിൽ കൊണ്ട് നിർത്തും, 1 2 3 ഒരാഴ്ച മേലെ നിന്നെ കൊണ്ട് നിർത്തിയേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ നിന്നെ അവിടെ കൊടുത്തപ്പോഴേ വരുന്നുണ്ട്, നിന്നെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ വരുന്നുണ്ട്. അത് നിൻ്റെ പപ്പ അല്ല ആരൊക്കെ എന്നാ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ അതങ്ങനെ നടത്തിയിരിക്കും. അതുകൊണ്ട് നീ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇല്ലെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് നേരെ എല്ലാവരുടെയും അപ്പോൾ അത് കുട്ടിയോട് പറയാം, അപ്പച്ചൻ വരുന്നുണ്ടോ, നമുക്ക് പോകുമല്ലേ, ഞാൻ അന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക്, മോളെ ഇങ്ങോട്ട് വന്നപ്പോഴും നീയും ഞാനും വന്നേ, അപ്പോൾ തിരിച്ചു പോകുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം, അപ്പം നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ളത് അവതക്കുട്ടിയും ഇറങ്ങുവാണ്. അപ്പോൾ അവതക്കുട്ടി സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞ് വണ്ടി കയറി ഇരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ടാറ്റയെ കൊടുത്ത് എല്ലാവരും സ്റ്റാൻഡിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു കുടുംബം മുഴുവൻ ഒരാളെ യാത്ര അയക്കാൻ വേണ്ടി സിറ്റ് ഔട്ട് വന്ന് നിരന്ന് നിൽക്കും. അങ്ങനെ അപ്പം വളരെ സന്തോഷവാനാണ് നമ്മുടെ സ്റ്റാൻലി, തൻ്റെ സ്വന്തം മോള് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. പക്ഷേ വണ്ടി കയറി ഇരുന്ന് സ്റ്റാൻലിയും അലീനയും എല്ലാം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുന്നുണ്ട്, നീ ഇനിയിപ്പം ഇവിടെ ഇരിക്കണ്ട എന്ന് പറയുന്നത്, ഇനി നിന്നെ ഒരിടത്തും ഞാൻ വിടുത്തില്ലെന്ന് പറയുന്നത്. അതെന്നെ പപ്പ അങ്ങനെ പറയുന്നിരിക്കും. അല്ല, നീ ഇവിടെ എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പറ്റി നിൽക്കുക, പിന്നെ നമുക്ക് നിന്നെ കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അലീനൊരു നല്ലൊരു ചെറു പുഞ്ചിരിയൊക്കെ കാഴ്ചവെക്കുകയാണ്. ഉടനെ പറയാം, എന്താണെങ്കിലും നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോവുകയാണ്. വണ്ടി എടുത്ത് പോയി നേരെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൊടുത്തപ്പുഴ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റോപ്പാക്കി ഇറങ്ങുമ്പോൾ തന്നെ തൻ്റെ നായ്ക്കളെല്ലാം ചാടി ഓടി വന്ന് തൻ്റെ 2-3 ദിവസം കാണാതിരുന്നതിൻ്റെ യജമാനെ കാണുമ്പോഴത്തേക്കുള്ള സ്നേഹപ്രകടനമൊക്കെ നടത്തുകയാണ്. ചാടിക്കയറുന്ന, ഉമ്മ വെക്കുന്ന, അങ്ങനെയുള്ള ഭയങ്കര ഇതൊക്കെ. അപ്പം അത് കഴിഞ്ഞാൽ അരീനകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് സ്റ്റാൻലിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തോട്ടത്തിലേക്ക് പോകണം. തോട്ടത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് അടുത്തുനിന്ന് പറയുമ്പോഴത്തേക്ക് ആ കൊടുത്തപ്പുഴ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. നമ്മുടെ അത് വേറെ ആരുമല്ല. അപ്പം ജനലിനകത്തൂടെ അനിൽ നോക്കുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ കാർ വിട്ടിറങ്ങുവാണ്. കാർ വിട്ടിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത ദിവസം തന്നെ എല്ലാം കോർത്തിണക്കിയുള്ള വിശേഷം പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരിലുണ്ടെങ്കിൽ, പുതിയതായിട്ട് ആരിലുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.